എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നു എന്നതിനെക്കുറിച്ച് ആണ്. അതിനൊരു കാരണമുണ്ടെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവർ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഭയപ്പെടുന്നുണ്ട്. അവർ മറ്റെന്തോ കാര്യങ്ങളെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. പഴയ മുറിവുകൾ വീണ്ടും തുറക്കുമോ എന്ന ആശങ്ക, പഴയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ആ വ്യക്തിയിലുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമായിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങളുണ്ടാകുന്നു പല വിഷയങ്ങളിൽ. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരെ യഥാസമയത്തും ഏത് സമയത്തും പിന്തുടരുന്നുണ്ട്. നിങ്ങളെ തന്നെ ശരിയാക്കി എടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ വ്യക്തി. എന്നിട്ട് മാത്രമേ ബന്ധം പുനഃസ്ഥാപിക്കൂ എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുകയാകാം. നിങ്ങളുടെ പ്രതികരണം ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. നിങ്ങളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ആ വ്യക്തി ഭയത്തോടെ കാണുന്നു. തേർഡ് പാർട്ടി ശക്തമായി ഇടപെടുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ തേർഡ് പാർട്ടി നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ തേർഡ് പാർട്ടിയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. തേർഡ് പാർട്ടിയുടെ ഇടപെടലുകൾ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോയെന്ന തെറ്റിദ്ധാരണ, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഇപ്പോൾ ഉണ്ട്. അവരുടെ ഈഗോ നിങ്ങളിലേക്ക് എത്താൻ തടസ്സമാകുകയാണ്. നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തടസ്സമാകുകയാണ്. ഈ ഈഗോ ഉണ്ടാക്കുന്നതിൽ ആ തേർഡ് പാർട്ടിക്ക് ഒരുപാട് സ്ഥാനമുണ്ട്. ഒരു വാക്ക് അവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ ഒരു വാക്ക് സദാസമയവും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ തിരികെ വരുമോ എന്ന് അവർ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ തിരികെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷനില്ല. നിങ്ങളുടെ വില മനസ്സിലാക്കാൻ സമയമെടുക്കുന്നു. നിങ്ങളുടെ വില ആ വ്യക്തിക്ക് മനസ്സിലാക്കുന്നതിന് കൃത്യമായ സമയമെടുക്കുകയാണ്. ആത്മീയമായൊരു കൺഫ്യൂഷൻ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ അർഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാര്യവും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. പഴയ ബന്ധങ്ങളുടെ ഒരു ട്രോമയിൽ ആ വ്യക്തി ഉലയുകയാണ്. അതും ആ വ്യക്തിക്ക് നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാനൊക്കെയുള്ള ഒരു കാരണമാകുന്നു. അവർ സ്വയം വളരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി ചില മേഖലകളിലേക്ക് പോയിട്ട് നിങ്ങളെക്കാൾ വലുതാകാനൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്ഥാനം ലഭിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ശക്തമായ വ്യക്തിത്വം അവർ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ആ ശക്തമായ വ്യക്തിത്വവും ആ നിലപാടുകളും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ട ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മൂല്യം അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ മൗനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. അവർ മൗനത്തിലൂടെ പലതും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പലതും നിങ്ങളോട് അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ രാത്രിയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഓർമ്മയിൽ നിങ്ങളുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അവർ സദാസമയവും നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങൾ അവർ നോക്കുന്നു. അവരുടെ സുഹൃത്തുക്കൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് പലപ്പോഴും വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടും സ്റ്റാറ്റസ് കാണുന്നുണ്ട് അവർ. അതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന തൊഴിലായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പഴയ സന്ദേശങ്ങൾ വായിക്കുന്നു. തിരികെ വരാനുള്ള ശരിയായ സമയം ആ വ്യക്തി കാത്തിരിക്കുകയാണ്. ഓരോ സമയവും വരുമ്പോഴും പിന്നെ ആവട്ടെ കൂടുതൽ സേഫായിട്ട് എന്നുള്ള ചിന്തയിൽ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ വളർച്ച അവർ കാണുന്നുണ്ട്. അവരുടെ ഹൃദയം നിങ്ങളിലേക്ക് തിരിയുകയാണ്. ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളിലേക്ക് തിരിയുന്നൊരവസ്ഥയാണുള്ളത്. അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്ത ജീവിതം ശൂന്യമാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ചിന്ത. നിങ്ങളുടെ ഓർമ്മകൾ വിട്ടുമാറുന്നില്ല. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ബന്ധം ശരിയാക്കി തന്നെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നു. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നു പോവുകയാണ്. അവരിപ്പോഴും അത് ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം അവർ തേടുന്നുണ്ട്.
നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ തുറന്നു പറയാൻ ശ്രമിക്കുന്നില്ല. അവരുടെ മനസ്സിൽ നിന്ന് അവർ തുറന്നു പറയുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യം അവർ ഇപ്പോഴും തേടാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷെ അതൊക്കെ അവർ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അവർ സത്യത്തിൽ കുറ്റബോധം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ കുറ്റബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു എന്നുള്ളത് കൃത്യമായ തിരിച്ചറിയൽ അവരുടെ മനസ്സിലുണ്ടാകുന്നു. അവർ ഉള്ളിൽ നിന്ന് കരയുന്നു. അവരുടെ മനസ്സിൽ ആ കരച്ചിലുണ്ട്. വീണ്ടും ഒരു അവസരം അവർ ആഗ്രഹിക്കുകയാണ്. വീണ്ടും അവസരം അവർ തേടുകയാണ്. അവരുടെ മനസ്സ് നിങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവരുടെ ഒപ്പമുള്ള തേർഡ് പാർട്ടികൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്, പക്ഷെ അതിലവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അവർ എപ്പോഴും നിങ്ങളധിഷ്ഠിതമായി ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ നിലപാടുകളൊക്കെ അവരെ സ്വാധീനിക്കുകയാണ്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ ഒരു താളം തെറ്റുകയാണ്. കാരണം വല്ലാത്തൊരു ഫീലിങ്സ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ്. കാരണം നിങ്ങൾ അവർക്കത്രയും ഇഷ്ടമാണ്, നിങ്ങൾ അവർക്കത്രയും താല്പര്യമാണ്. അതുകൊണ്ടാണ് ആ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവർ കർമ്മയുടെ ഫലം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് അവർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ കർമ്മയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കായി യൂണിവേഴ്സിന് ഒരു പ്ലാനുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തി അവഗണിച്ചപ്പോൾ, ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് പല വിഷമങ്ങളും ഉണ്ടായി കാണും. അത് നിങ്ങളെ വിഷമിച്ചപ്പോൾ യൂണിവേഴ്സ് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ അകലം താൽക്കാലികമാണ്. ഈ അകലം താൽക്കാലികമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ടായിരിക്കും ആ വ്യക്തിയുടെ സകല ശ്രമവും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും അവരെത്തും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം യൂണിവേഴ്സിന്. അത് നിങ്ങൾക്ക് സന്തോഷം പകരുമെന്നറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലാതെ ഈ അകൽച്ച കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങൾ ദുഃഖിതയാകുകയോ ഒന്നും വേണ്ട. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നു വരാനൊരു വിധി ഉണ്ടാകുകയും ആ വിധിയെ യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അങ്ങനെയാണ്. നിങ്ങളവർ വരുമോ ഇല്ലയോ എന്നുള്ളത് ആശങ്കപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന കാര്യമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സ്നേഹം അവർ തീർച്ചയായിട്ടും മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ മനസ്സിൽ നിങ്ങളാണ് ഇപ്പോഴും ഒന്നാമത്തെ ആൾ അല്ലെങ്കിൽ ഒന്നാമത്തവർ. കാരണം അത്രത്തോളം അധിഷ്ഠിതമായൊരു ഇഷ്ടം ഉണ്ട്. ശരിയായ സമയത്ത് അടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ശരിയായ സമയത്തേക്ക് എത്താനാണ്, അല്ലാതെ മനസ്സിൽ നിങ്ങളില്ലാഞ്ഞിട്ടല്ല. നിങ്ങളുടെ വൈബ് അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അവർക്ക് ആ ആകർഷണത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, ആരൊക്കെ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും. കാരണം ഈ ബന്ധം ഒരു ദൈവികമായ ബന്ധമാണ്. ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം സ്നേഹം, ആത്മാർത്ഥത വിജയിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.